പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 9 വാക്യങ്ങൾ 35 മുതൽ. അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തില് വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 1 വാക്യത്തിൽ നാം വായിക്കുകയാണ്. ഒരു വിശ്വാസത്തിന്റെ ജീവിതം നാം ഓരോരുത്തരും നയിക്കുകയാണ്. പക്ഷെ ഇന്ന് ആധുനിക ലോകത്തിലേക്ക് നോക്കിയാൽ പല വ്യക്തികളും വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പല രീതിയിൽ പറയാറുണ്ട്. തിരുവചനത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ, അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? ഇപ്രകാരത്തിലുള്ള ചിന്തകൾ നമ്മളെ ഓരോരുത്തരെയും കീഴടക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത്. ദൈവം എന്ന സത്തയില്ല എന്നും ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കയില്ല എന്നൊക്കെ പല പ്രത്യയശാസ്ത്രങ്ങളും നമ്മയൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് സമൂഹം പലപ്പോഴും പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരത്തിൽ ഉള്ളതിൻ്റെയൊക്കെ നടുവിൽ ഒരു ക്രൈസ്തവതയുടെ ജീവിതം, ഒരു വിശ്വാസത്തിൻ്റെ ജീവിതം എപ്രകാരത്തിൽ നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവുകയാണ്. ഞാൻ ഈ അടുത്തയിടെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി. ആ പ്രസംഗം എനിക്ക് വളരെ അർത്ഥവത്താണെന്ന് തോന്നിപ്പോവുകയുണ്ടായി പലപ്പോഴും. കാരണം നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും ഇപ്രകാരത്തിലാണ് സംഭവിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ചൈതന്യം ഒക്കെ പഠിച്ചുകൊണ്ട് നാം വളർന്നു വന്നപ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബന്ധങ്ങൾ, ദൈവത്തോടുള്ള ബന്ധം പോലും അകന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പ്രസംഗിച്ച വ്യക്തി പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്. ഒരു 5 വയസ്സുള്ള കുഞ്ഞിനോട് ചോദിക്കുകയാണ്, നിന്റെ ജീവിതത്തില് ഹീറോ ആരാണ്? സാധാരണ രീതിയിൽ ആ കുഞ്ഞ് പറഞ്ഞു വെക്കും, എൻ്റെ പപ്പ, എൻ്റെ അപ്പച്ചനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോ. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിലും പ്രിയമുള്ളവരെ, കുഞ്ഞു മനസ്സുകളിൽ കരങ്ങൾ കുപ്പി ഇളം മുട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച നിമിഷങ്ങളും ഇപ്രകാരം ആഴമായ ഒരു വിശ്വാസത്തോടെ, ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ ദൈവം എനിക്ക് നടത്തി തരുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തോടു കൂടി ജീവിതം മുൻപോട്ട് നയിക്കുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം രൂപപ്പെടുത്തിയിരിക്കുന്നതും അപ്രകാരം തന്നെയാണ്. ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ ദൈവം എനിക്ക് നടത്തി തരും. വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അബ്രാഹവും ഇസഹാക്കും യാക്കോബും പ്രാർത്ഥിച്ച അതിനേക്കാൾ ഏറെ തീക്ഷ്ണതയുടെ വിശ്വാസത്തോടെ ഇളം മനസ്സോടുകൂടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന അവസ്ഥ. രണ്ടാമതായിട്ട് ഈ വ്യക്തി പറഞ്ഞു വെക്കുകയാണ്, ഒരു 10 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ഈ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് നിന്റെ ജീവിതത്തിൽ ഹീറോ ആയിരുന്ന പിതാവ്, എങ്ങനെയുണ്ട്? ആ കുഞ്ഞ് പറയും, ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. എങ്കിലും ആ ഒരു പഴയ അടുപ്പമോ ആ ഒരു പഴയ തീക്ഷ്ണതയോ ഇല്ല ജീവിതത്തിൽ. വിശ്വാസ ജീവിതത്തിൽ നാം കണ്ടുവരുന്നതും അത് തന്നെയാണ്. പലപ്പോഴും ആ ഒരു തീക്ഷ്ണതയോ ആ ഒരു വിശ്വാസത്തിന്റെ ആഴമോ ഇല്ല. ഒരു 10 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മറ്റു പലതിലേക്കും ജീവിതത്തിന്റെ ചിന്തകൾ, ആകുലപ്പെടുന്ന മനസ്സിന് നാം ഓരോരുത്തരും ഉടമകളായി തീരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ മറ്റു പല ചിന്തകളും കടന്നു വരുമ്പോൾ
ഈ ഒരു വിശ്വാസത്തിൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിന് ഒരു കുറവ് വരികയാണ്. ദൈവത്തോട് മാത്രമല്ല ആ ബന്ധത്തിന് കുറവ് വരുന്നത്, എൻ്റെ ചുറ്റുമുള്ള വ്യക്തികളോടൊക്കെ ഈ ഒരു ബന്ധത്തിന് കുറവ് വരുന്ന ഒരവസ്ഥ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. വീണ്ടും കുറച്ചുകൂടി പോയി ഒരു 15 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ഈ കുഞ്ഞ് അപ്പനോടുള്ള ബന്ധം എപ്രകാരത്തിൽ ആയിരിക്കും? ആ വ്യക്തി പറഞ്ഞു വെച്ചത് ഇപ്രകാരമാ, അമ്മയോട് പറയുന്നത് ഇപ്രകാരമാ, കുഞ്ഞ് നിങ്ങളുടെ ഭർത്താവിനോട് പറ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. നിങ്ങളുടെ ഭർത്താവിനോട് പറ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അപ്പനോടുള്ള ബന്ധത്തിന് സംഭവിച്ച ഒരു അകലമാണ്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് അപ്രകാരമാണ്. ദൈവത്തെ മറ്റൊന്നായിട്ട് കരുതുന്ന അവസ്ഥകള് നമ്മളൊക്കെ +2 ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്തയും ഇപ്രകാരത്തിൽ ഉള്ളതാ. പല യുവജനങ്ങളെയും കണ്ടുമുട്ടാറുണ്ട് ഇപ്രകാരത്തിലുള്ള ചിന്തകളുമായിട്ട് ആയിരിക്കുന്നത്. ദൈവം എന്ന് പറയുന്ന, പ്രാർത്ഥന എന്ന് പറയുന്നത് ചില പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിന് ഇതൊരു എന്നിൽ നിന്ന് വേറിട്ട ഒരു വ്യക്തിയാ. ദൈവം എന്ന് പറയുന്നത് എൻ്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടിയുള്ള മാത്രമാണ്. ഞാനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു ചിന്തയാ. ഒരു 20 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴോ ഈ കുഞ്ഞ് ചോദിക്കുക, അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാ അമ്മ ഈ മനുഷ്യനെ വിവാഹം കഴിച്ചത്? ഒരു ചിന്താഗതിയാ. ഇപ്രകാരമാ ദൈവത്തോടുള്ള ബന്ധവും. എന്തിനാ എന്നെ മാമോദീസ മുക്കിയത്, എന്തിനാ എന്നെ ഒരു വിശ്വാസ ജീവിതത്തിൽ ഇപ്രകാരം വളർത്തിയത് എന്ന ചിന്തയോടുകൂടിയ പലപ്പോഴും ദൈവ തിരുസന്നിധിയിൽ ഒരു വിശ്വാസത്തിന്റെ ആഴത്തിൽ നിൽക്കേണ്ട മനുഷ്യൻ നിൽക്കുന്നത് ഒരു വേറിട്ട ചിന്താഗതിയെ, ധാരയെ രൂപപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഇതിനൊരു വ്യതിചലനം സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ യുവാവ് വീണ്ടും വളരുകയാണ്. അവനൊരു പിതാവായി തീർന്ന സമയത്താണ് അവന്റെ മനസ്സിൽ ഈ ചിന്തകൾക്ക് ഒരു വ്യതിയാനം സംഭവിക്കുന്നത്. അന്ന് അവൻ പറയും, എൻ്റെ കുഞ്ഞിനെ എൻ്റെ മാതാപിതാക്കന്മാര് എന്നെ വളർത്തിയതുപോലെ വളർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന്റെ കുഞ്ഞ് അവനോട് ഇപ്രകാരം പറയുമ്പം അവൻ പ്രാർത്ഥനയിലേക്ക് അടുക്കുന്നു. 5 വയസ്സുകാരന്റെ ഒരു വിശ്വാസത്തിലേക്ക്, ആ വിശ്വാസത്തിന്റെ തീഷ്ണതയിലേക്ക് അവൻ കടന്നു വരുന്ന ചിലപ്പോൾ 45ഉം 50ഉം വയസ്സാകുമ്പോഴായിരിക്കും. പ്രിയമുള്ളവരെ, ഇത് ആത്മീയതയുടെ വലിയൊരു അന്ധകാരത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ്. ഇവിടെയാ ഒരു വിടുതലിന്റെ അവസ്ഥ, ഒരു വ്യത്യസ്തതയുടെ ഭാവത്തെ രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകുന്നത്. എത്രമാത്രം പ്രാർത്ഥനകളും ആരാധനകളും ദിവ്യബലികളും ധ്യാനങ്ങളും ഒക്കെ നാം ഓരോരുത്തരും കൂടുകയാ. പിന്നെ എന്തുകൊണ്ട് എൻ്റെ ആത്മീയതയുടെ അന്ധകാരത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശത്തെ വീശുവാനായിട്ട് ഞാനൊന്ന് മനസ്സ് തുറന്നു കൊടുക്കാത്തത്? ദൈവത്തിൻ്റെ പ്രകാശത്തെ വീശുവാനായിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്താര് തുറന്ന് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധ്യമാകണം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന്. അത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുക. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമല്ല എന്ന്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ദൈവം എല്ലാ അനുഗ്രഹവും വർഷിക്കുമെന്നുള്ള തീക്ഷ്ണതയുടെ ഉറപ്പോടുകൂടി പ്രാർത്ഥനയുടെ ആഴത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട്, കടുകുമണിയോട് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് നിബദിക്കാൻ പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് അന്ധകാരത്തിന്റെ ശക്തികള് വിശ്വാസത്തിന്റെ ജീവിതത്തിന് കോട്ടം വരുത്തുന്ന അവസ്ഥകളുമായിട്ട് കടന്നു വരുമ്പോൾ അതിനെ എതിരെ പടവെട്ടുവാനായിട്ട് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കുവാനായിട്ട് ഓരോ വിശ്വാസിക്കും സാധ്യമാകണം. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ വിശുദ്ധിയുടെ ജീവിതമാ. വിശ്വാസത്തിന്റെ വിശുദ്ധിയുടെ ജീവിതമാ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്ന പ്രിയമുള്ളവരെ, അത് വ്യതിചലിക്കുന്ന ഒരു വിശ്വാസമല്ല, അത് അന്യായപ്പെട്ടു പോകുന്ന ഒരു വിശ്വാസമല്ല, അത് മറ്റു പലതിനും അടിമപ്പെടുന്ന ഒരു വിശ്വാസമല്ല. ഏത് പ്രതിസന്ധിയുടെ നടുവിലും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വിശ്വാസമായിട്ട് തീരുവാനായിട്ട് സാധിക്കണം. ശത്രുവിന്റെ കരം ആഞ്ഞു പതിച്ചപ്പോഴും വിശ്വാസി
എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാനൊരു ക്രൈസ്തവനാണെന്ന് ഏറ്റുപറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ നിൽക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. നമുക്ക് ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലും ഒക്കെ വായിക്കുകയുണ്ടായി ക്രൈസ്തവര് പീഡിപ്പിക്കപ്പെടുന്നത്. ക്രൈസ്തവരുടെ തലയറക്കുന്ന ചിത്രങ്ങളുമൊക്കെ നാം ഓരോരുത്തരും കാണുകയുമുണ്ടായി. ഏത് മനോഭാവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ രൂപപ്പെടുത്തിയത്? പലരും പറഞ്ഞു വെച്ചു അതിനെതിരെ പ്രതികരിക്കണമെന്നൊക്കെ. പ്രതികരിക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ആ വ്യക്തികളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് എനിക്ക് സാധ്യമായിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ അവർക്ക് വേണ്ടിയിട്ട് ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട്, അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകണമേ ദൈവമേ എന്ന് വിശ്വാസത്തിൻ്റെ ആഴത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട്, എൻ്റെ ജീവിതത്തിൽ അവരെ പോലെ മരിക്കുവാനുള്ള ഒരു സന്നദ്ധതയുടെ ജീവിതം രൂപപ്പെടുത്തുവാനായിട്ട് എനിക്ക് എപ്രകാരത്തിൽ ഇന്ന് സാധ്യമായിരിക്കുകയാ. അവിടെ പ്രിയമുള്ളവരെ, ആത്മീയതയുടെ ഒരു വിശ്വാസത്തിന്റെ അവസ്ഥ. നമുക്ക് പ്രക്ഷോഭങ്ങളും പ്രളയങ്ങളും ഒക്കെ സൃഷ്ടിക്കുക എളുപ്പമാ. പക്ഷേ ശാന്തമായിട്ട് ഈശോനാഥൻ നടന്നതുപോലെ നടന്നുകൊണ്ട് ഒരു വിശുദ്ധിയുടെ വിശ്വാസത്തിന്റെ ജീവിതം നയിക്കുവാനായിട്ട് എപ്രകാരം നമുക്കൊരുത്തർക്കും സാധ്യമാവുകയാ. ഈശോനാഥൻ നമ്മെ പഠിപ്പിച്ചതും അത് തന്നെയാ. നിയമജ്ഞരും ഫരീസയരും അവന് എതിരെ കടന്നു വന്നപ്പോഴും അവനെ പിടിക്കുവാനായിട്ട് കുന്തങ്ങളും തീപ്പന്തങ്ങളുമായിട്ട് അവന്റെ ചുറ്റും അണിനിരന്നപ്പോഴും അവൻ നിശബ്ദമായിട്ട് ശാന്തമായിട്ട് ഒരു വിശ്വാസത്തിന്റെ ജീവിതം അവൻ അവരുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുകയാണ്. പത്രോസിനോട് പറഞ്ഞു, വാൾ അതിൻ്റെ ഉറയിൽ ഇടുക. മാൽക്കൂസിന്റെ ചെവിയെടുത്ത് അവന് സൗഖ്യം കൊടുക്കുന്ന അനുഭവം ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, അതാ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, തന്നെ തകർക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, ആപത്തിലും അനർത്ഥങ്ങളിലും അവർക്ക് ഒരു സഹായമാകുവാനായിട്ട്, ഒരു കൈത്താങ്ങാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. നല്ല സമറിയാക്കാരൻ്റെ ഉപമയും നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ അവസ്ഥ അതുതന്നെയാണ്. ശത്രുവായിരുന്നിട്ടും അവനെ തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റുവാനും സത്രത്തിൽ കൊണ്ടുപോയി പരിചരിക്കുവാനും പിറ്റേ ദിവസം പ്രഭാതത്തിൽ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ധനാറ കൊടുത്തിട്ട് ഇവന് വേണ്ടി ചെലവാക്കിക്കൊള്ളുക, കൂടുതലായി അധികമായി എന്തെങ്കിലും ചെലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറയുന്ന ഒരു വിശ്വാസിയുടെ മനോഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഇപ്രകാരത്തിൽ ഒരു വിശ്വാസത്തിന്റെ വിശുദ്ധിയുടെ മനോഭാവത്തെ രൂപപ്പെടുത്തുവാനായിട്ട്, അനുഗ്രഹത്തിന്റെ തികവാക്കി തീർക്കുവാനായിട്ട് നമ്മുടെയൊക്കെ കൊച്ചു ജീവിതങ്ങൾ സാധ്യമാകണം. ആത്മീയതയുടെ മേഖലകളിൽ നാം വ്യാപരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, എത്രമാത്രം എളിമപ്പെടുവാനായിട്ട് സാധിക്കുമോ അത്രമാത്രം എളിമപ്പെടുന്ന ഒരു വിശ്വാസത്തെ രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. തിരുവചനം നമ്മോട് പറയുകയാണ്, ആത്മീയതയിൽ ദാരിദ്ര്യം അനുഭവിക്കുവാനായിട്ട്. ആത്മീയതയുടെ ദാരിദ്ര്യം എന്ന് പറയുന്ന വിശ്വാസത്തിന് ദാരിദ്ര്യമല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ വേദനയുടെയും തകർച്ചയുടെയും അവസ്ഥയിൽ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് അനുഭവിക്കുവാനായിട്ട്, സുഖലോലുപതയുടെയല്ല മറിച്ച് സഹനത്തിൻ്റെ വഴിത്താരയിലൂടെ കടന്നു പോകുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ഒരു തികവാക്കി തീർക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഇപ്രകാരത്തിലൊരു വിശ്വാസത്തെ രൂപപ്പെടുത്തുവാനായിട്ട്, കൃപകളാൽ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുവാനായിട്ട്, ദൈവം കാണിച്ചു തരുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ ചര്യ രൂപപ്പെടുത്തിക്കൊണ്ട് അവൻ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ മുന്നേറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് സാധ്യമാകുന്നത്. ആത്മീയതയുടെ വിശ്വാസം എന്ന് പറയുന്ന പ്രിയമുള്ളവരെ, ഒരു പ്രഹസനത്തിന്റെ വിശ്വാസമല്ല, മറിച്ച് ഞാൻ ജീവിക്കുന്ന ഒരു വിശ്വാസമാണ്. ഞാൻ ജീവിക്കുന്ന ഒരു വിശ്വാസമാണ്. എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ഒരു ജീവിതമുണ്ടെന്നും, എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ഒരു ഉയർപ്പുണ്ടെന്നും, എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ഒരു സ്വർഗത്തിന്റെ സൗഭാഗ്യമുണ്ടെന്നുമുള്ള തിരിച്ചറിവോട് കൂടി ജീവിക്കുന്നതാ ആത്മീയതയുടെ ഒരു ജീവിതം. എൻ്റെ ഈ ലോകത്തിന് ശേഷം മറ്റൊരു ജീവിതം എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നും, ഇത് വെറും യാത്രയാണെന്നും, ഈ യാത്ര അവസാനിക്കുന്നില്ല എന്നും, അത് പിതാവിൻ്റെ സന്നിധിയിലേക്ക്
എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൽ ലയിക്കുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ് അതിന് പൂർത്തീകരണം സംഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോട് കൂടി ജീവിക്കുവാനായിട്ട്, എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ ഈ ഒരു വിശ്വാസത്തിന്റെ ജീവിതം പൂർവ്വപിതാവായ അബ്രാഹത്തിന് ജീവിക്കുവാനായിട്ട് സാധിച്ചത്? ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക് സകലതിനെയും ഉപേക്ഷിച്ചുകൊണ്ട് അവൻ ചെന്നെത്തുകയാ. കാരണം ദൈവത്തിൽ അവനുള്ള ആഴമായ ഒരു വിശ്വാസം. ഈ ഒരു വിശ്വാസം മൂലമാ ദൈവം അവനെ പരീക്ഷിച്ചപ്പോഴും ഇസഹാക്കിനെ ബലി കൊടുക്കുവാനായിട്ട് അവൻ തയ്യാറായത്. ഈ ഒരു വിശ്വാസത്തിന്റെ ആഴമുള്ളത് കൊണ്ടാണ് ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ നടുവിലൂടെ വരണ്ട ഭൂമിയിൽ എന്നതുപോലെ നടന്നു നീങ്ങുവാനായിട്ട് അവർക്ക് സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ, ഈ അബ്രാഹത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ ആഴം സംഭവിക്കുവാനായിട്ട് സാധിക്കണം. ദൈവം എന്നെ പരീക്ഷിക്കുന്ന നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിന്റെ വേദനയുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും രോഗത്തിന്റെയും അവസ്ഥകളായിരിക്കാം. ആ അവസ്ഥകളിൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധ്യമാകണം. 55 വർഷക്കാലം ഒരു വിശ്വാസ ജീവിതം നയിച്ച ഒരു വ്യക്തി ഒരു പ്രഭാതത്തിൽ വന്ന് എൻ്റെ അടുക്കൽ പറയുകയുണ്ടായി, അച്ഛാ, 55 വർഷമായിട്ട് ഞാൻ യേശുവിനെ അറിയുന്നു, യേശുവിന് വേണ്ടിയിട്ട് വേല ചെയ്യുന്നു. പക്ഷേ ഇന്ന് എൻ്റെ മകളുടെ വിവാഹ ജീവിതം തകർന്നു നിൽക്കുകയാ. ഈ യേശു ജീവിക്കുന്നുണ്ടോ? ഈ വ്യക്തി ചോദിച്ച ഒരു ചോദ്യമാണ്. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, ഈ 55 വർഷക്കാലം യേശുവിനെ അറിഞ്ഞു എന്ന് താങ്കൾക്ക് എങ്ങനെ പറയുവാനായിട്ട് സാധിക്കും? അബ്രാഹത്തിന്റെ ജീവിതത്തില് ദൈവം സകലതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് പറഞ്ഞു. അവൻ പോയി ജീവിതം ആരംഭിച്ചു. വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം എന്നതുപോലെ ഇസഹാക്കിനെ അവന് ലഭിച്ചു. ദൈവം അവനെ പരീക്ഷിക്കുവാനായിട്ട് പറഞ്ഞു, മകനെ ബലിയായിട്ട് നൽകുവാൻ. അബ്രാഹാം വിശ്വാസത്തോടു കൂടി മകനെ ബലി കൊടുക്കുവാനായിട്ട് സാധിച്ചു. ചേട്ടന്റെ മകളുടെ വിവാഹം ഇന്ന് തകർന്നു എന്ന് ചേട്ടൻ പറയുന്നു. പക്ഷേ ദൈവത്തിന് ഒരു നിമിഷം മതി ആ വിവാഹ ജീവിതത്തിലേക്ക് ഇടപെടുവാനായിട്ട്. ദൈവത്തിന് ഒരു നിമിഷം മതി ആ ജീവിതത്തെ വീണ്ടും കൂട്ടി യോജിപ്പിക്കുവാനായിട്ട്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യനോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. പിറ്റേ ആഴ്ച ഈ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്ന് പറയുകയാ, അച്ഛാ, എനിക്ക് വലിയ തെറ്റുപറ്റി. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അച്ഛൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ഞാൻ ചെല്ലുകയും കണ്ണീരോടെ ഒരിക്കൽ കൂടി തീഷ്ണതയുടെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയും ചെയ്തു. മരുമകൻ വീട്ടിലേക്ക് തിരിച്ചു വരികയും മകളെ കൂട്ടിക്കൊണ്ടു പോവുകയും സന്തോഷത്തോടു കൂടി അവർ ഇന്ന് ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി പ്രയാസം കടന്നു വരുമ്പോൾ ഉപേക്ഷിക്കാനുള്ള ഒന്നല്ല, മറിച്ച് എൻ്റെ ക്രൈസ്തവതയുടെ വിശ്വാസം. എൻ്റെ ക്രൈസ്തവതയുടെ വിശ്വാസം എന്നതിനേക്കാൾ ഉപരി എൻ്റെ ദൈവം എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നത് എന്നതിനേക്കാൾ ഉപരി എൻ്റെ ദൈവം എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ധൂർത്തപുത്രനായിട്ട് ഞാൻ ഓടി അകലുമ്പോഴും എന്നെ പിന്തുടർന്ന ഒരു സ്നേഹമായിട്ട് അവിടെ നിന്ന് നിൽക്കുന്നത്. പാപത്തിന്റെ പടുകുഴിയിൽ ഞാൻ വീഴുമ്പോഴും ഒരു കൈത്തിരി വെളിച്ചമായിട്ട് അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഒരു അനുഗ്രഹമായി തീരുന്നത്. മോശയെ പോലെ മലമുകളിലേക്ക് ഞാൻ ഓടിക്കയറുമ്പോഴും കത്തി ജ്വലിക്കുന്ന അഗ്നിഗോളമായിട്ട് മുൾപടർപ്പായിട്ട് അവിടുന്ന് എൻ്റെ മുൻപിൽ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി അവിടുന്ന് വഴി നടത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവിന്റെ വിശ്വാസത്തിന്റെ ശൈലിയെ രൂപപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ ഒരു നിറവാക്കി തീർക്കുവാനായിട്ട് നമുക്കൊക്കെ സാധ്യമാകണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, എപ്രകാരമാ മക്കബയക്കാരുടെ പുസ്തകത്തിൽ നാം വായിക്കുകയാണ്, ഒരമ്മ തന്റെ വിശ്വാസത്തിന്റെ ജീവിതത്തെ പ്രതി തന്റെ 7 മക്കളെ ബലിയായിട്ട് കൊടുക്കുവാനായിട്ട് തയ്യാറാവുകയാ. 7 മക്കളെ ബലിയായിട്ട് കൊടുക്കുവാൻ തയ്യാറാകുന്നു. എന്തുകൊണ്ട്? അങ്ങേ ലോകത്ത് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഈ മക്കളോടൊപ്പം സന്തോഷത്തോടു കൂടി അവിടുത്തെ സ്വർഗത്തിന്റെ ആനന്ദം അനുഭവിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള തിരിച്ചറിവോടുകൂടി, ഈ ഒരു തിരിച്ചറിവാ പ്രിയമുള്ളവരെ നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തേണ്ടത്. ഈ ഒരു തിരിച്ചറിവാ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു തികവായിട്ട് തീരേണ്ടത്. ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു ഉറച്ച ബോധ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു കൃപയാ. അതുകൊണ്ട് ആ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടും. ഈ സത്യത്തിന്റെ പൂർണ്ണത, സത്യമെന്ന് പറയുന്ന പ്രിയമുള്ളവരെ യേശുവ.
വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അപ്പോൾ ആ സത്യം എന്ന് പറയുന്നത് യേശുവാ. ഈ യേശുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുൻപോട്ട് നയിക്കുക ഒരു വിശ്വാസത്തിന്റെ ജീവിതമാ. ആത്മീയതയുടെ കണ്ണുകൾ തുറക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അന്ധന് കാഴ്ച കൊടുത്തവൻ, അന്ധയാചകനായ ബർത്തമിയൂസ് വഴിയരികിൽ നിന്നുകൊണ്ട് യേശുവിനെ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന്. അവന് കാണത്തില്ലായിരുന്നു ആരാണ് അതിലെ കടന്നു പോകുന്നത് എന്ന്. പക്ഷേ വിശ്വാസത്തിന്റെ അകക്കണ്ണുകൊണ്ട് അവൻ കണ്ടു, ഈ കടന്നു പോകുന്ന വ്യക്തി ദാവീദിന്റെ പുത്രനാ. ദാവീദ് ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലുള്ള വ്യക്തിയാണ്. പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്നതുപോലെ ദാവീദിന്റെ വംശത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രക്ഷകൻ ജനിക്കും. അത് വാഗ്ദാനമാണ്. പ്രവാചകന്മാരിലൂടെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. ഈ അന്ധയാചകനായ ബർത്തമെയൂസ് ഒന്ന് ആലോചിച്ച് നോക്കി, വിശ്വാസത്തിന്റെ അകക്കണ്ണോടുകൂടി ഈ വാഗ്ദാനത്തെ കാണുവാനായിട്ട് അവന് സാധിച്ചു. അതുകൊണ്ടാ യേശുനാഥൻ കടന്നുപോയപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞ്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം ആഴമായ ഒരു വിശ്വാസമാ, എന്തുമാത്രം ആഴമായ ഒരകക്കണ്ണിന്റെ തുറവിയ അത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ ഒരു തുറവി അനുഭവിക്കുവാനായിട്ട്, ഈ തുറവിയെ ആസ്വദിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകുന്നു. 2000 വർഷങ്ങൾക്ക് ശേഷം ഈ യേശുവിനെ കാണുവാൻ എന്തുമാത്രം അവസരങ്ങളാ നമ്മുടെയൊക്കെ ചുറ്റുമുള്ളത്. എന്തുമാത്രം വേളകളിലൂടെയാ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത്. അവിടുന്ന് നേരിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവിടുത്തെ ശരീരവും രക്തവുമായിട്ട് അവൻ നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങി ആവസിക്കുകയാണ്. അവനെ അനുഭവിച്ചുകൊണ്ട് ആ ഒരു വലിയ തികവിലേക്ക്, ജീവിതം സമൃദ്ധിയുടെ തികവിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാക്കണം. തീക്ഷ്ണതയുടെ ആഴങ്ങളിൽ ദൈവത്തെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ജീവിതം ഈ ഒരു വലിയ അനുഗ്രഹത്തിന്റെ തികവായിട്ട് നമുക്കൊക്കെ സാധിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ 5 വയസ്സുകാരന് ഹീറോയാ അവന്റെ പിതാവെന്ന് പറയുന്നത്. 5 വയസ്സുള്ള കുഞ്ഞിനെ സംബന്ധിച്ച് തിരുഹൃദയത്തിന്റെ മുൻപിൽ കരം കുപ്പി സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഉറച്ചു വിശ്വസിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം അവന്റെ ജീവിതത്തിൽ നടത്തി കൊടുക്കുമെന്ന്. ആ തിരിച്ചറിവ് അവൻ വളരുമ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും വീണ്ടും 45-50 വയസ്സാകുമ്പോൾ വീണ്ടും ആ തിരിച്ചറിവിലേക്ക്, ആ 5 വയസ്സിന്റെ ആ വിശ്വാസത്തിലേക്ക് അവൻ കടന്നു വരികയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഇപ്രകാരത്തിൽ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, കൃപകളാൽ നിറയപ്പെട്ടുകൊണ്ട് ജീവിതം വലിയൊരു നിറവാക്കി തീർക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. ദൈവികതയുടെ കൃപ അതിലേക്കാണ് നമ്മെ വിളിക്കുന്നത്. വിശുദ്ധരെ ദൈവം വിളിച്ചതും ഈ ഒരു കൃപയിലേക്കാ. ഈ ഒരു കൃപയുടെ വഴിയാ വിശുദ്ധിയുടെ ജീവിതത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും കാണിച്ചു തരുന്നതും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ ഒരു തികവിനെ, ഈ ഒരു നിറവിനെ സ്വായത്തകമാക്കുവാനായിട്ട് സാധിക്കണം. എപ്രകാരത്തിലാ ഇതിനെ സ്വായത്തകമാക്കുവാനായിട്ട് സാധിക്കുന്നത്? കഠിനാധ്വാനത്തിലൂടെ മാത്രമേ പ്രിയമുള്ളവരെ ഇത് സ്വായത്തകമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഉമിത്തിയില് സ്വർണം എപ്രകാരം ശുദ്ധീകരിച്ച് എടുക്കുന്നുവോ അതുപോലെ എൻ്റെ വിശ്വാസ ജീവിതത്തെ ശുദ്ധീകരിച്ച് എടുക്കുവാനായിട്ട്, അതുപോലെ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴങ്ങളെ നവീകരിക്കുവാനായിട്ട്, അതുപോലെ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പാപത്തിൻ്റെ കറകളെ അകറ്റുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ മാത്രമേ ഈ ഒരു തികവ് എൻ്റെ ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹമായിട്ട് തീരത്തുള്ളൂ. നമുക്കൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, പരിശ്രമിക്കുവാനായിട്ട് സാധിക്കണം. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തെ ഒരിറ്റുകൂടി ജ്വലിപ്പിക്കുവാനായിട്ട്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ അകക്കണ്ണിനെ തീക്ഷ്ണതയാൽ തുറക്കുവാനായിട്ട്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ വലിയൊരു നിറവാക്കി തീർക്കുവാനായിട്ട് ദൈവമേ, നീ എനിക്ക് അനുഗ്രഹം നൽകണമേ. നിന്നെ സ്വീകരിക്കുമ്പോൾ, നിന്നെ
നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം സമർപ്പിക്കുമ്പോൾ ആഴമായ തീക്ഷ്ണതയുടെ ആഴത്തിൽ എൻ്റെ ജീവിതത്തെ കണ്ടുമുട്ടുവാനായിട്ട് നിന്റെ കുരിശോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ശൈലിയെ രൂപപ്പെടുത്തുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ദൈവമേ നീ എൻ്റെ ജീവിതത്തിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, അതിനായിട്ട് പരിശ്രമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ വിശ്വാസത്തോടു കൂടി കരങ്ങൾ കൊപ്പി ദൈവ തിരുസന്നിധിയിൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, എൻ്റെ ജീവിതത്തിൽ 10 വയസ്സോ 15 വയസ്സോ 20 വയസ്സോ 30 വയസ്സോ ആയിക്കൊള്ളട്ടെ, ആ വിശ്വാസത്തെ അനുനിമിഷം ജ്വലിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു വിശ്വാസത്തിൻ്റെ ജീവിത രീതിയെ രൂപപ്പെടുത്തുവാനായിട്ട്, വിശ്വാസം മൂലം ചെങ്കടലിൻ്റെ മധ്യത്തിലൂടെ വരണ്ട ഭൂമിയിൽ എന്ന പോലെ ഇസ്രായേൽ ജനം കടന്ന പോലെ എൻ്റെ വിശ്വാസ ജീവിതത്തിലും കടക്കുവാനായിട്ട്, ചെങ്കടലുകളെ കടക്കുവാനായിട്ട്, പാറമേൽ ചവിട്ടി പതിയുന്ന ഒരു തീഷ്ണതയുടെ വിശ്വാസത്താൽ മുന്നേറുവാനായിട്ട് എനിക്ക് സാധിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, പരിശ്രമിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമ്മെ തന്നെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല തമ്പുരാനെ, എൻ്റെ ജീവിതത്തെ ഇതാ നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആഴമായ ഒരു വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയോടുകൂടി ജീവിതം മുൻപോട്ട് നയിക്കുവാനായിട്ട്, കൃപകളാൽ അനുഗ്രഹങ്ങളാൽ നിറയുവാനുള്ള വലിയ അനുഗ്രഹവും അഭിഷേകവും എനിക്ക് ചൊരിയണമേ. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.